ഹായ് മക്കളെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എക്സാമിന് മുമ്പ് എന്തൊക്കെ ചെയ്യരുത് എന്നതിനെക്കുറിച്ചൊരു ധാരണ നിങ്ങൾക്ക് തന്നു. അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേര് അതിൻ്റെ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാർ എന്തുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ സംശയങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇനി അതൊക്കെ ദൂരീകരിക്കാനും ഇനി എന്തൊക്കെ എക്സാമിൻ്റെ മുമ്പ് നമ്മൾ ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോന്നായിട്ട് പറയാം. അപ്പോൾ ആദ്യം നിങ്ങൾ പറയാനുള്ളത്, നിങ്ങൾ നന്നായിട്ട് ഉറങ്ങണം. ഓക്കെ, ഇതുപോലെ പകൽ കിടന്നുറങ്ങാനല്ല പറഞ്ഞത് സാറ്, രാത്രി നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യുക, കിടന്ന് ഉറങ്ങണം. ഓക്കെ, അല്ല എന്ത് വർത്താനാ, നമുക്ക് ഉറക്കം വരുമ്പോഴല്ലേ ഉറങ്ങണ്ടേ? ഞാനല്ല അങ്ങനെ ആയില്ല. ഓക്കെ ഓക്കെ, ഇതുപോലെ ഒരുപാട് സംശയങ്ങൾ വന്നിട്ടുണ്ട്. സാർ ഉറക്കം വരുമ്പോഴല്ലേ സാറേ ഉറങ്ങണ്ടേ? മക്കളെ അങ്ങനെയല്ല. ഫോർ എക്സാമ്പിൾ ചെറിയൊരു ഇത് പറഞ്ഞുതരാം. നിങ്ങൾ സ്ഥിരമായിട്ട് വൈകുന്നേരം 4 മണിക്ക് ചായ കുടിക്കുന്നതാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഒരു ദിവസം നിങ്ങൾ ചായ കുടിച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമുക്ക് ആ ഒരു ഇറിറ്റേഷനും തലവേദനയും കാര്യങ്ങളൊക്കെ വരും അല്ലേ? അതേപോലെ സ്ഥിരമായിട്ട് നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഒരു ഉറങ്ങുന്ന ആളാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, നമ്മൾ എക്സാമിനേഷൻ ഉള്ളെത്തി ഏകദേശം നിങ്ങൾ ആ സ്ഥിരമായിട്ട് ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ എക്സാം എന്ന് വിചാരിക്കുക. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഉറങ്ങാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ബോഡി വല്ലാണ്ട് ഇറിറ്റേറ്റ് ആവുകയും നമ്മുടെ തല അധികം വർക്ക് ചെയ്യാതിരിക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അപ്പോൾ അത് നമ്മൾ എന്താക്കും, നമ്മുടെ തിങ്കിങ് കപ്പാസിറ്റിനെയും കാര്യങ്ങളൊക്കെ അത് ബാധിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കേട്ടോ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രേ ഉള്ളൂ. പിന്നെ ഇപ്പോഴൊരു കാര്യം ഓർമ്മ വന്ന്, പല കുട്ടികളുടെ വിചാരം എന്താണെന്നറിയോ, ഈ ഒരു എക്സാം നമ്മുടെ കയ്യിൽ നിന്ന് കൊളായി പോയി കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പോയി എന്നുള്ള ചിന്ത കുട്ടികൾക്കുണ്ട്. അത് ആദ്യം മാറ്റി വെക്കുക. ദിസ് ഈസ് നോട്ട് യുവർ ലാസ്റ്റ് ചാൻസ്, ദിസ് ഈസ് യുവർ ഫസ്റ്റ് ചാൻസ്. ഓക്കെ, നമുക്ക് അഥവാ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്തു എന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു അബദ്ധം പറ്റി, ഇത് പാളിച്ച പറ്റി പോയി എന്ന് വിചാരിക്കാം. ദെൻ യു ഹാവ് പ്ലെൻറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ഇനി ഒരു ജെഇ കൂടി വരാനുണ്ട്, അതോടൊപ്പം തന്നെ മറ്റു പല എൻട്രൻസ് എക്സാംസും എഞ്ചിനീയറിംഗിൽ വരാനുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് നമ്മൾ ഒരുപാട് എന്താവും, റിലാക്സ്ഡ് ആവും. പിന്നെ മക്കളെ, ഈ സമയത്ത് നിങ്ങൾ ഒരുപാട് തിയറീസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫിസിക്സ് കെമിസ്ട്രിയൊക്കെ നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കൊക്കെ ഇങ്ങനെ തുറന്നു വെച്ച് എന്നിട്ട് അതിലിങ്ങനെ തിയറി ഇങ്ങനെ വായിച്ച് ഒത്തിരിക്കരുത്. ഓക്കെ, നമ്മൾ ഈ സമയത്ത് മാക്സിമം PYQs ചെയ്യുക, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്, ന്യൂമെറിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതാണ് നമ്മൾ ഈ സമയത്തുള്ള കറക്റ്റ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. അല്ല ഒന്നവിടെ നിന്ന് നിങ്ങളല്ലേ മാഷന്മാരല്ലേ ഇപ്പം പറയില്ലേ NCERT ഈസ് ദ ബൈബിൾ ഓഫ് എൻട്രൻസ്, ഇപ്പം എങ്ങനെ പറയണേ? ഓക്കെ ഓക്കെ, അതൊക്കെ തന്നെയാണ്. NCERT ഈസ് ദ ബൈബിൾ ഓഫ് എൻട്രൻസ് ഒക്കെ തന്നെയാണ്. പക്ഷേ അത് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നാണ് പറഞ്ഞത്. നമ്മൾ PYQ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചില സമയത്ത് എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കാവും, അയ്യോ ഇത് കിട്ടുന്നില്ല. ഓക്കെ, ആ സമയത്ത് മാത്രം നിങ്ങൾ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ആ തിയറി സ്ട്രോങ് ആക്കിയിട്ട് തിരിച്ച് വീണ്ടും വരിക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും എവിടെ നിന്നാണ് ഈ PYQ കിട്ടുക? നമ്മൾ തന്നിട്ടുണ്ട്, LMRPയിൽ തന്നിട്ടുണ്ട്, അതോടൊപ്പം തന്നെ സ്ലൈഡ്സിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ PYQs ആണ്. അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് എവിടെയെങ്കിലും വൺ സ്റ്റെക്ക് ആവുമ്പോൾ മാത്രം നമ്മൾ തിരിച്ച് തിയറിയിലേക്ക് പോകണം. ഇപ്പോൾ മനസ്സിലായില്ലേ? അങ്ങനെയാണ് കേട്ടോ. ഓക്കെ, പറഞ്ഞാൽ സമ്മതിച്ചു. പക്ഷേ എനിക്കൊരു പ്രശ്നമുണ്ട്. എന്താ പറയുക, ഞാൻ എത്ര തിയറി എന്ത് പഠിച്ചോ ഞാൻ മറന്നു. അങ്ങനെ ശരിയാക്കാം, അവിടുന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മൾ തിയറിയൊക്കെ പഠിച്ചിട്ട് അത് മറന്നു പോകുന്നത്, അല്ലെങ്കിൽ ഷോർട്ട് കട്ട്സ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് അത് മറന്നു പോകും. അപ്പോൾ അതിന് വേറെ ഐഡിയ കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഈ വീട്ടിലിരിക്കുന്ന ചെറിയ കുട്ടികളോ അല്ലെങ്കിൽ വല്യമ്മയോ അല്ലെങ്കിൽ അച്ചച്ചനോ ഒക്കെ പിടിച്ചിരുത്തുക. ഇരുത്തിയിട്ട് അവർക്ക് എന്താക്കുക, ഇരുന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങൾ, ഇക്വേഷൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മുടെ മറന്നു പോകുന്ന സാധനം എന്താക്കുക, അവർക്ക് ഇരുന്നിട്ട് ഒന്ന് പഠിപ്പിക്കുന്ന പോലെ പറയാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നറിയോ, നമുക്ക് കൂടുതലായിട്ട് ഈ സംഭവം നമ്മുടെ മനസ്സിലേക്ക് കയറും. ഇപ്പം ഞാനൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഞാനിപ്പം എൻ്റെ വല്യമ്മനെ ഞാൻ എന്താക്കിയിരുന്നറിയോ, റീമർ ടൈം ആൻഡ് റിയാക്ഷനിലെ കെമിസ്ട്രിയിൽ അതൊക്കെ പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ വല്യമ്മക്ക് റീമർ ടൈം റിയാക്ഷനൊക്കെ അറിയും. ഓക്കെ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ നിങ്ങളതങ്ങനെ ചെയ്യാം. ഓക്കെ, റെഡി. അപ്പോൾ അത് ഈ പറഞ്ഞ ഈ ഷോർട്ട് കട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് പഠിക്കുന്നതിലുപരി മറ്റൊരാളെ പഠിപ്പിക്കുകയോ അത് അപ്ലൈ ചെയ്ത് ശീലിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കൂടുതലായിട്ട് മനസ്സിലേക്ക് നിൽക്കും കേട്ടോ. പിന്നെ മക്കളെ, നിങ്ങൾ മാക്സിമം ഇപ്പോൾ ഈ സമയത്ത് മോക്ക് ടെസ്റ്റുകൾ എഴുതുക, എക്സാം എഴുതിയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇടയ്ക്ക് ഇത്ര വരെ പറഞ്ഞെല്ലാം ഞാൻ സമ്മതിച്ചു. ഇത് ഞാൻ സമ്മതിക്കില്ല. നമ്മൾ മോക്ക് ടെസ്റ്റ് എഴുതി നമുക്ക് ടെൻഷനല്ല ആവില്ലേ, നമുക്ക് മാർക്ക് പറഞ്ഞാൽ നമ്മൾ ടെൻഷൻ ആവില്ലേ. അത് മാത്രമല്ല ആ പരീക്ഷ എഴുതുന്ന സമയത്ത് നമുക്ക് ഇരുന്ന് പഠിച്ചാൽ പോരാ, അത്രയും പഠിക്കാമല്ലോ. ഓക്കെ, അങ്ങനെ ഒരുപാട് വ്യത്യാസിക്കുന്നുണ്ടാവും. ഒന്ന് ടെൻഷൻ ആവില്ലേ. പിന്നെ രണ്ടാമത്തെ എന്താണ്, ആ സമയത്ത് കൂടി ഇരുന്ന് പഠിച്ചൂടെ എന്താണ് എക്സാം എഴുതുന്നത് എന്നൊക്കെ. ഓക്കെ മക്കളെ, ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാണ് മോക്ക് ടെസ്റ്റ് ചെയ്തത്? പ്രാക്ടീസ് ചെയ്യാം അല്ലേ? എന്താണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്?
അതായത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളിപ്പം പഠിക്കാത്ത കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കാതെ അത് ഒഴിവാക്കണം, എക്സാമിന് വന്നാൽ ഓക്കെ ഒഴിവാക്കണം. അപ്പോൾ അത് നമുക്ക് ഇവിടെ എന്താക്കാം, പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ പഠിക്കാത്ത ഒരു ഏരിയ വന്നു കഴിഞ്ഞാൽ അത് സ്കിപ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ്. അതൊന്നാമത്തെ കാര്യം. നമ്മൾ അവിടെ നിന്നാണ് എക്സാമിനേഷൻ ഹാളിൽ പോയിട്ടാണെങ്കിൽ നമുക്ക് അങ്ങനെ അറിയാത്ത ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ടെൻഷനായി പോകും. ഓക്കെ, അതൊന്ന്. രണ്ടാമത് ഇപ്പോൾ പഠിച്ച കാര്യം തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ട്വിസ്റ്റുകൾ വന്നേക്കാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എക്സാമിനേഷൻ ഹാളിൽ ആക്ച്വൽ ജെയുടെ സമയത്താണ് അങ്ങനെ വരുന്നതെങ്കിലോ നമ്മൾ ആകെ ടെൻഷനായി പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള പരമാവധി ട്വിസ്റ്റുകൾ നമ്മൾ പഠിച്ച ഏരിയയിൽ തന്നെ എന്താക്കണം, നമ്മളിവിടെ കണ്ടെത്തണം. അത് നമ്മൾ എന്ത് ചെയ്യണം, റെക്ടിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഇരുന്ന് പഠിക്കുന്നതിനെക്കാട്ടി നമുക്ക് ഗുണം ചെയ്യുക, നമ്മൾ എൻ്റെ റിസൾട്ട് നന്നാക്കുക എന്താണ്, മോക്ക് ടെസ്റ്റ് എഴുതുകയാണ്. പിന്നെ മക്കളെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ എക്സാമിനല്ലേ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിച്ചു കളയാം എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പം അങ്ങനെയല്ല, നമ്മൾ ഈ പറഞ്ഞ വ്യക്തമായ ഇടവേളകളിൽ എന്ത് ചെയ്യുക, ഒരു ബ്രേക്ക് എടുക്കുക. അതായത് 1 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റൊക്കെ ബ്രേക്ക് എടുത്തിട്ട് നമ്മളെ വീട്ടുകാരോടൊക്കെ സംസാരിക്കുക, അല്ലെങ്കിൽ ചെറിയൊരു പാട്ട് കേൾക്കുക, എന്തെങ്കിലുമൊക്കെ ചെറിയ ആക്ടിവിറ്റിയിലൊക്കെ ഇതാക്കുക. ഓക്കെ അല്ലേ, പങ്കെടുക്കുക. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ബ്രെയിൻ ഷാർപ്പൻ ചെയ്ത് കിട്ടും. ഓക്കെ, പിന്നെ വീണ്ടും നമ്മളെ പഠിത്തത്തിലേക്ക് പോകുന്നത് നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ കാര്യങ്ങളെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഈ പറഞ്ഞതിനോട് ഞാൻ കറക്റ്റ് യോജിക്കും. ഞാൻ കൃത്യമായിട്ട് ബ്രേക്ക് എടുക്കലുണ്ട്. ഓക്കെ, യോജിക്കുന്നതിനെ സമ്മതിച്ചു, പക്ഷേ പഠിത്തത്തിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കാനാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ബ്രേക്കിൻ്റെ ഇടയ്ക്ക് പഠിക്കാനല്ല കേട്ടോ. അതായത് ബ്രോ നേരത്തെ ഈ ഉറക്കത്തിൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. അതായത് നീ ഇപ്പം കടന്നുറങ്ങുന്നവർക്ക് നിനക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ വേണ്ടി പറ്റുമോ? നിൻ്റെ മനസ്സിൻ്റെ ഉള്ളിനുള്ളിൽ എന്തുന്നുണ്ട്, അടുത്ത ആഴ്ച എക്സാം ഉണ്ടല്ലോ എന്നുള്ളൊരു ബോധം, ഓരോരോ ടെൻഷനില്ലേ. ഇനിയിപ്പോൾ ടൂറിൽ പോകുന്നവരിക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്സുകൊണ്ട് കളിക്കാൻ പോകുന്നവരിക്കുക, എനിക്ക് പിന്നെ എന്താ പറയുക, ഒരു ടെൻഷനും ഇല്ലാതെ എനിക്ക് ഫുൾ എൻജോയ് ചെയ്തിട്ട് കളിക്കാൻ വേണ്ടി പറ്റുമോ, അല്ലെങ്കിൽ ടൂറിന് പോകാൻ വേണ്ടി പറ്റുമോ? പറ്റില്ല. കാരണം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, അടുത്ത ആഴ്ച എക്സാം വരുന്നുണ്ട് എന്നൊരു കുത്തുണ്ട്. ഓക്കെ, അപ്പോൾ മോനെ ഒരു കാര്യം ആലോചിച്ച് നോക്കിയാട്ടെ, ഈ എക്സാം നമ്മൾ അടിപൊളിയായിട്ട് എഴുതിയിട്ട് സെറ്റായിട്ട് എഴുതിയിട്ട് ഫുൾ റിലാക്സ് ആയിട്ട് കളിക്കാൻ പോകുന്നതിനെ കുറിച്ച് ഇപ്പോൾ ആലോചിക്കുക. അപ്പോൾ നമുക്ക് എന്താക്കാൻ തോന്നില്ല, ഇപ്പം കളിക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉറങ്ങാൻ വേണ്ടിയിട്ട് തോന്നൂല. ഉറങ്ങാൻ മീൻസ് പകൽ ഉറങ്ങാൻ വേണ്ടിയിട്ട് തോന്നൂല കേട്ടോ. അതോടൊപ്പം തന്നെ ഇത് കഴിഞ്ഞാൽ, ഈ എക്സാമൊക്കെ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എത്താൻ വേണ്ടി പോകുന്ന ഈ ക്യാമ്പസിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ ഒരു സെറ്റപ്പിനെ കുറിച്ച് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ എത്താൻ പോകുന്ന പൊസിഷനെ കുറിച്ച് ആലോചിച്ച് നോക്കിയാട്ടെ. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബ്രാൻഡ് വാല്യൂവിനെ കുറിച്ച് ആലോചിച്ച് നോക്കിയേ, 4 വർഷം നിങ്ങൾ എൻജോയ് ചെയ്ത് പഠിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച് നോക്കിയേ. ഇതൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സംഭവങ്ങളും മാറ്റിവെച്ച് അടിപൊളിയായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. മക്കളെ നിങ്ങൾ ശ്രമിക്കുമോ? നമ്മളെ കൊണ്ട് പറ്റും. ഉറപ്പായിട്ടും നിങ്ങൾ അടുത്ത വർഷം കിടിലനൊരു ക്യാമ്പസിൽ നിങ്ങളുണ്ടാവും.